അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാം പറഞ്ഞു വരുന്ന ഈ ചരിത്രത്തിൻ്റെ ഘട്ടത്തിലെത്തുമ്പോൾ മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാനസികാവസ്ഥ നമുക്ക് ഓരോരുത്തർക്കും വിലയിരുത്താവുന്നതേ ഉള്ളൂ. നബിയുടെ മനസ്സിൽ നിരാശയാണ് അധികമായി അടിഞ്ഞുകൂടിയിരിക്കുന്നത്. ഒരു ഭാഗത്ത് ചെറിയ തോതിലെല്ലാം ഇസ്ലാമിലേക്ക് ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നത് ശരിയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതൊന്നും കണക്കിലെടുക്കാതെ രാവില്ലാതെ പകലില്ലാതെ തൻ്റെ ദൗത്യം പ്രബോധനം ചെയ്യുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നതും ശരിയാണ്. പക്ഷേ അതിനൊന്നും അനുസരിച്ചുള്ള ആപേക്ഷികമായ ഒരു ഒഴുക്ക് ഇതുവരെയും ഉണ്ടായിട്ടില്ല. അതുണ്ടാകുന്നതിൻ്റെ ലക്ഷണങ്ങൾ ഇതുവരെയും പ്രകടമായിട്ടുമില്ല. ഈ സമയത്ത് മഹാനായ നബിയുടെ മനസ്സിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്ന് ശക്തിപ്പെടുത്തി നബിയുടെ പ്രബോധനത്തെ മറ്റൊരു ഘട്ടത്തിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. ഒരു പക്ഷേ നബിയുടെ പ്രബോധനത്തെ നാം ഈ പറഞ്ഞു വരുന്ന ഈ കാര്യം രണ്ടായി പകുക്കുന്നു എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം. അതായത് ഈ സംഭവത്തിൻ്റെ മുമ്പുള്ള നബിയും ഈ സംഭവത്തിൻ്റെ ശേഷമുള്ള നബിയും രണ്ട് പ്രകൃതത്തിലാണ്, രണ്ട് രൂപത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ പറയാൻ പോകുന്ന ഈ ചരിത്രഭാഗം വളരെ പ്രധാനമാണ്. നബിയുടെ പ്രബോധന ജീവിതത്തെ തന്നെ പുതിയ ദിശയിലേക്ക്, പുതിയ ദിക്കിലേക്ക് തിരിച്ചുവിട്ട മഹത്തായൊരു സംഭവം. മാത്രമല്ല നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അഭൂതപൂർവമായ കരുത്ത് കൈവന്ന ഒരു സംഭവം. ആ സംഭവം അങ്ങനെ ഒരു പതിവ് പ്രവാചകന്മാരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഉദാഹരണമായി മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വലിയ വെല്ലുവിളികൾ നേരിട്ട ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടുകാർ, നാട്ടിലെ രാജാവ്, മാത്രമല്ല സ്വന്തം പിതാവ്, കുടുംബം എല്ലാവരും അദ്ദേഹത്തെ ക്രൂരമായി ഭത്സിച്ചു, നേരിട്ടു. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ മനസ്സിന് ഒരു പ്രത്യേകമായ ഊർജം, കരുത്ത് പകരുകയാണ് ചെയ്തത്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് സ്വീകരിച്ച മാർഗം എന്നത് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അൻആമിലെ 75-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. വകദാലിക നുരി ഇബ്രാഹീമ മലകൂത്തസ് സമാവാതി വൽ അർദ് വലിയകൂന മിനൽ മൂഖിനീൻ. ആകാശഭൂമികളുടെ അധികാര ബിന്ദുവിനെ അല്ലെങ്കിൽ അധികാര ആധിപത്യത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് കാണിച്ചു കൊടുത്തു. അദ്ദേഹം നല്ല മാനസികമായ ദൃഢതയുള്ള ആളാകുവാൻ വേണ്ടിയും എന്നാണ് അല്ലാഹു പറയുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ വിശുദ്ധ ഖുർആൻ പറയുന്നില്ല. പക്ഷേ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞ ആ മലക്കൂത്ത്, അത് കണ്ടതിന് ശേഷം, അനുഭവിച്ചതിന് ശേഷം മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം വലിയ ഒരു തീപ്പന്തമായി മാറുന്നുണ്ട്. മാത്രമല്ല എല്ലാ വൈതരണികളെയും സധൈര്യം ചാടിക്കടക്കാനുള്ള ഒരു ഉള്ളുറപ്പും ധൈര്യവും മഹാനവറുകൾക്ക് ലഭിക്കുന്നുണ്ട്. മഹാന്മാരായ പ്രവാചകന്മാരിൽ, പ്രത്യേകിച്ചും ഉലുൽ അസ്മുകൾ എന്ന് വ്യവഹരിക്കപ്പെടുന്ന പ്രവാചകന്മാരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പതിവുണ്ട്. അവരുടെ ശ്രമങ്ങൾ ഊർജിതപ്പെടുത്തുവാനും അവരുടെ മനസ്സുകൾക്ക് പ്രത്യേകമായ കരുത്തും ബലവും നൽകുവാനും അല്ലാഹു അവരുടെ ജീവിതങ്ങളിൽ ചില നിമിത്തങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. അങ്ങനെ ഒരു നിമിത്തത്തിൻ്റെ മുമ്പിലാണ്
മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സിനെ ബലപ്പെടുത്തുവാനും പ്രബോധന ശ്രമങ്ങളെ ഊർജിതപ്പെടുത്തുവാനും നുബുവത്തിൻ്റെ 10ാം വർഷത്തിൽ ഒരു വലിയ സംഭവമുണ്ടായി. പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.